ഇതിനെ പറ്റി ഇപ്പം എന്താ പറയുക, നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു വേർപാട് തന്നെയാണ് ശ്രീനേട്ടൻ്റെത്. ഇപ്പം ഞാൻ പേഴ്സണലി സിനിമകൾ കണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു തുടങ്ങി, ആദ്യം അഭിനയത്തിൽ ഇഷ്ടപ്പെട്ടു തുടങ്ങി, പിന്നെ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഹ്യൂമറിനെ പറ്റിയും അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളെ പറ്റിയും ഒക്കെ ഒരുപാട് സിനിമയിൽ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. ശരിക്കും ഇപ്പോൾ ഇന്ന് രാവിലെ കൂടെ ഒരാൾ മെൻഷൻ ചെയ്ത് എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. പല സിനിമകളും ശ്രീനേട്ടൻ്റെ ഇന്നാണ് ഇറങ്ങുന്നതെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിപ്ലവം എന്തായിരിക്കും എന്നുള്ളത്, അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ ചില സർക്കാസവും എല്ലാം എനിക്ക് തോന്നുന്നു അത്രയും ഫ്രീഡം മലയാളി കൊടുത്തൊരു റൈറ്റർ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. അത് എഴുത്തിൻ്റെ കാര്യത്തിലായെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്ന കാര്യത്തിലാണെങ്കിലും പബ്ലിക്കിനോട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും പല രാഷ്ട്രീയ വിഷയങ്ങളെയും അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്ന രീതി വേറെ ആർക്കും അങ്ങനൊരു സ്പേസ് മലയാളി കൊടുത്തിട്ടില്ല. അപ്പോൾ ശരിക്കും ഒരു വിഷമം ഉണ്ടാക്കുന്ന വേർപാട് തന്നെയാണ് അത്. ഒരു സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന, ഒരു ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്നതൊന്നുമല്ല, ഒരു മലയാളിയുടെ ഒരു ഭയങ്കര പേഴ്സണലായിട്ടുള്ളൊരു അഹങ്കാരമായിരുന്നു ശ്രീനേട്ടൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേ നാളുകളെ അദ്ദേഹം വയ്യാതിരിക്കുകയാണ്. പല പൊതുവേദികളിലും അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള രൂപത്തിൽ പോലും അദ്ദേഹത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം ശക്തമായി തിരിച്ചു വരും, ഇനിയും സിനിമകൾ ചെയ്യുമെന്നും നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചു. സമയം അതെ, ഞാൻ ട്രാഫിക്കാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുമിച്ച് അഭിനയിക്കുന്നത്. ആ ഫസ്റ്റ് ഡേ മുതൽ, അതെനിക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ അതൊരു നടൻ ശ്രീനിവാസനായിരുന്നെങ്കിൽ ഒരു അഭിനയിച്ച ഫസ്റ്റ് ഡേ മുതൽ നമുക്ക് വളരെ ചെറുപ്പം മുതൽ അറിയാവുന്ന ഒരാളായി മാറുകയും അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും. ഇപ്പം ഞാൻ ചാക്കോച്ചനും പല സമയത്തും പറയുന്നൊരു തമാശയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമ ട്രാഫിക്കാണ്. അപ്പോൾ അന്ന് ശ്രീനേട്ടൻ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ളൊരു ഡ്രൈവറൊന്നുമല്ല, പക്ഷേ ആ സിനിമയിൽ 120 km/h പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ ആ സിനിമയെ പറ്റി പിന്നീട് ശ്രീനിവാസൻ പറഞ്ഞത് 3 പേരാണ് ആ ട്രാഫിക്കിൽ ആ വണ്ടി ഓടിച്ചത്. ഒന്ന് ചാക്കോച്ചൻ, ഒന്ന് ആസിഫ് അലി, പിന്നെ ദൈവം. ഞാൻ ആ വണ്ടി ഓടിച്ചിട്ടില്ല എന്ന് പറയാം. അപ്പോൾ അത്രയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ചെറിയ ഞെട്ടലുണ്ടെങ്കിൽ പോലും അതിൻ്റെ അകത്തും ഒരു ഹ്യൂമർ ഉണ്ടായിരുന്നു. ഒരുപാട് സിനിമകൾ, ഇപ്പം ഹണിബി 2 വരെയുള്ള സിനിമകൾ അഭിനയിക്കുമ്പോഴും ഓരോ ഷോട്ടിൻ്റെ ഇടയിലും അദ്ദേഹത്തിൻ്റെ കൂടെ കിട്ടുന്ന സമയത്ത് പല പഴയ കഥകളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ അത് എന്നും ഓർത്തിരിക്കുന്നതാണ്. അപ്പം മിസ് ചെയ്യും എപ്പോഴും ഇനി അങ്ങോട്ടുള്ള സിനിമാ യാത്രയിൽ.